ഈ ഒരു ഓവർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽസും ആ ഫാമിലിയിലെ ഓരോ ഇൻഡിവിജ്വൽസും ചില കാര്യങ്ങളൊക്കെ ഇപ്പൊ വിട്ടുപോകുന്നു. ഇപ്പൊ സെയിം ഒരു പരീക്ഷയ്ക്ക് ഫീസ് കറക്റ്റായിട്ട് അടയ്ക്കേണ്ട ഒരു സമയമുണ്ട്. ഇപ്പോൾ അവിടുത്തെ ഒരു മെമ്പറിന് അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അയാൾ അത് ചെയ്യാൻ വിട്ടുപോകുന്നു അല്ലെങ്കിൽ മറന്നു പോകുന്നു. അപ്പൊ അയാൾ അതിന്റെ കോൺസിക്വൻസ് അത് നേരിടുക എന്നുള്ളതാണ് അതിനകത്തെ ഒരു കറക്റ്റ് ആയിട്ടുള്ള രീതി. പക്ഷേ ഈ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന ഈ ഒരു ആളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് സ്റ്റെപ്പിൻ ചെയ്യുവാണ്, ആ ഒരു പ്രശ്നം സോൾവ് ആക്കാനായിട്ട് നോക്കുകയാണ്, അല്ലെങ്കിൽ അതിനെപ്പറ്റി കുറച്ചും കൂടെ ഓവർ തിങ്ക് ചെയ്ത് ഇതിന്റെ രീതിയിൽ പെട്ടെന്ന് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റെപ്പിൻ ചെയ്ത് ആ കാര്യങ്ങളൊന്ന് സ്മൂത്ത് ഔട്ട് ചെയ്യണം. അപ്പോൾ ശരിക്കും ഒരു സംഭവം മറന്നുപോയത് കൊണ്ട് ഒരാള് അതിന്റെ കോൺസിക്വൻസ് ഒന്നും അയാൾ അറിയുന്നില്ല. അപ്പൊ നമ്മൾ അയാൾക്ക് ആ കോൺസിക്വൻസ് ഡീൽ ചെയ്യാൻ പഠിച്ച് അല്ലെങ്കിൽ കോൺസിക്വൻസ് അനുഭവിച്ച് അതിൽ നിന്നൊരു പാഠം പഠിച്ച് പിന്നീട് അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ റെസ്പോൺസിബിലിറ്റി എടുത്തേക്കുന്ന മനുഷ്യൻ ഒബ്വിയസ്ലി ആ വീട്ടിലെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു സ്ത്രീ ആയിരിക്കും. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓർപ്പിച്ച് കാര്യങ്ങൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ നടത്തി ആ ഒരു കോൺസിക്വൻസ് ഉണ്ടാവാണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെന്ന് പറയുന്നത് നമ്മളെ തന്നെ ഡ്രെയിൻ ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കാര്യമല്ല, നമ്മൾ വേറൊരാളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുവാണ്. നമ്മുടെ ടൈം, നമ്മുടെ എഫേർട്ട് എല്ലാം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാണ്. ഇത് ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ആ ഫാമിലിയിലെ എല്ലാവരുടെയും കാര്യങ്ങൾ ഇതുപോലെ മോണിറ്റർ ചെയ്ത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്കും ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ കുറേ കഴിയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർഡാവും, ഡ്രെയിൻഡ് ആവും. അറിയാണ്ട് തന്നെ നമ്മൾ വേറൊരു രീതിയിലേക്ക് പോകും. കാരണം നമുക്ക് അതിന് മാത്രം സ്ട്രെസ്സാണ് ഇതുകൊണ്ട് നമ്മൾ എടുക്കുന്നത്. നമ്മൾ മൾട്ടിപ്പിൾ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നതിന് പകരം നമ്മളൊരു ഫാമിലിയിലെ സകലമാന ആൾക്കാരുടെയും കാര്യങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ്, ഇമോഷൻസ് എല്ലാം എടുത്ത് നമ്മൾ തന്നെ ജീവിക്കാൻ മറന്നു പോവാണ്. നമ്മൾ ഡ്രെയിൻഡ് ആവും.